നമുക്ക് വേദയുടെയും വിക്രത്തിന്റെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന നാളത്തെ കഥയില് വാസവന് രാജേട്ടനോടും അനിയൻകുട്ടനോടും ഒക്കെ എത്രയും പെട്ടെന്ന് തന്നെ പുളിക്കനെ കണ്ടെത്താനായിട്ട് പറയണം. അപ്പൊ പുളിക്കൻ നാർക്കൊല്ല് അവിടെ എവിടെയോ ഉണ്ട്, എന്നൊരു വിവരം കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ രാജേട്ടനൊക്കെയാണ് വെളിപ്പെടുത്തുന്നത്. പിന്നീട് അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ജോണിയോട് പറഞ്ഞു, ജോണി നീയും കൂടെ അവരോടൊപ്പം പോണെന്ന് പറഞ്ഞു. ഈ പറയുന്ന ജോണി ഒറ്റുകാരനാണ്. കാരണം ജോണി പണം വാങ്ങിയിട്ടുണ്ട് ചന്ദ്രശേഖരൻ്റെ കയ്യിൽ നിന്ന്. അങ്ങനെ ചന്ദ്രശേഖരൻ ആ വിവരങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്തിനെ ചന്ദ്രശേഖരൻ വിളിച്ചു. ചന്ദ്രശേഖരൻ വിളിച്ചിട്ട് പറഞ്ഞു, അതെ ജോണി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രീകാന്ത് ചോദിച്ചു, എന്താ വെച്ചാൽ കാര്യം? ആ വാസവന് പുളിക്കനെ അന്വേഷിക്കാനായിട്ട് നാളെയോ മറ്റന്നാളോ ആ രാജനെയൊക്കെ പറഞ്ഞു വിടുക നാഗർകോവിലോ അതെ അവിടെ എവിടെയാണ്ട് അവനെ കണ്ടെന്ന് ആ ജോസഫും അവരെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്ന പോലും ജോണിയെ കൂടെ കൂട്ടി അങ്ങോട്ടേക്ക് വിടുന്ന അന്വേഷിക്കാനായിട്ട്. അല്ല അങ്ങനെയാണെങ്കിൽ അവൻ അവിടെ പരിസരത്ത് എവിടെയും കാണൂല്ലോ അല്ലേ? ഉറപ്പല്ലേ? ജോണിയും കൂടെ അവരോടൊപ്പം പോകുന്നതുകൊണ്ട് പേടിക്കണ്ട. പുളിക്കനെ കണ്ടെത്തുവാണെങ്കിൽ ജോണി ആദ്യം നമ്മുടെ അടുത്ത് എത്തിക്കുള്ളൂ. ഇനി പുളിക്കൻ ശബ്ദിക്കില്ല എന്ന് പറഞ്ഞു. അതോടുകൂടി കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാവും. ജോണി ഈ വിവരങ്ങളൊക്കെ നമുക്ക് തരുന്നുണ്ടെന്നുള്ള കാര്യം വാസവൻ അറിയില്ല. ജോണി ഒറ്റുകാരനാന്നുള്ളത് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. ശരിക്കും ഈ രാഷ്ട്രീയക്കാരുടെ കൂടെ എപ്പോഴും ഒരു ഒറ്റുകാരൻ കാണും. അങ്ങനെ ഒരു ഒറ്റുകാരനാണ് ജോണി. അയാൾക്ക് പൈസ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്വം അയാൾ നമ്മളോട് കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രീകാന്തിന് സന്തോഷമായി. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അവനെ കണ്ടെത്തണം. ആ പുള്ളിക്കിനെ അവനെ ഇനി ജീവിച്ചിരിക്കുന്ന നമുക്ക് അപകടമാണ്. അവനെ എങ്ങാനും ഇനിയിപ്പോൾ ശ്രീനിവാസന്റെ ആൾക്കാരോ അല്ലെങ്കിൽ ഈ പറയുന്ന രാജനോ വിക്രമോ ആരെങ്കിലും പിടികൂടിയിട്ടുണ്ടെങ്കിൽ തീർന്നു അതോടുകൂടി. പിന്നെ അവൻ കോടതിയിലെല്ലാ സത്യങ്ങളും വിളിച്ചു പറയും. അത് കേട്ടതും ചന്ദ്രശേഖരൻ പറഞ്ഞു, അതൊന്നും ഓർത്ത് നീ പേടിക്കണ്ട. അതെല്ലാം ഞാൻ ജോണിയെ കയ്യിലെടുത്തിരിക്കുന്നത്. അങ്ങനെ അവനെക്കുറിച്ച് എന്തേലും വിവരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോഴെന്നെ വിളിക്കും. പിന്നെ എൻ്റെ അടുത്തേക്കായിരിക്കും കൊണ്ടുവരുന്നത്. ആ കാര്യം ഓർത്തൊന്നും പേടി വേണ്ടാന്ന് പറഞ്ഞു. അതോർത്തപ്പോൾ ശ്രീകാന്തിന് ഒരു സന്തോഷവും സമാധാനവും ഒക്കെ ആയി. ഈ സമയത്ത് വിക്രം വേദയോട് പറഞ്ഞു, അതെ എനിക്ക് അമ്മയെ ഒന്ന് കാണാൻ പോകണമെന്നുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, അമ്മയെ കാണാനോ? വിക്രം ഇത് എന്താ പറയണേ? ഒന്നും അറിയത്തില്ലാത്ത പോലെ സംസാരിക്കരുത്. എനിക്ക് അമ്മയെ കണ്ടെങ്കിലെങ്കിൽ ഒരു സമാധാനം വരത്തില്ല. അറിയാലോ എൻ്റെ അവസ്ഥ എന്താന്ന്. ഇനിയിപ്പം പോലീസ് പിടിച്ചാലും കൊള്ളാം, ആര് പിടിച്ചാലും കുഴപ്പമില്ല, എനിക്ക് എൻ്റെ അമ്മയെ കണ്ടേ മതിയാവുള്ളൂ. വേദ സമ്മതിച്ചില്ല. വേദ പറഞ്ഞു, ദേ വിക്രു വെറുതെ അഭ്യാസം കാണിക്കരുത്. ഇവിടുന്ന് പുറത്തിറങ്ങുന്നത് എങ്ങനെയാന്ന് ഓർത്തണ്ട. അതെ ഒരു കാര്യം ചെയ്യാം, ഇന്ന് രാത്രിയിൽ എല്ലാവരും കിടക്കണ സമയത്ത് ഞാൻ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്തിറങ്ങിക്കോളാം. എങ്ങനെ പുറത്തിറങ്ങും? നീ ഒരു കാര്യം ചെയ്താൽ മതി, ആ CCTV ഒന്ന് ഓഫ് ചെയ്ത് തന്നാൽ മാത്രം മതി. പിന്നെ ഫ്രണ്ട് വഴി ഞാൻ പോകത്തില്ല, ഞാൻ ബായ്ക്ക് വശം എങ്ങനെയല്ലോ അതിലൂടെ ബാൽക്കണി വഴി എങ്ങനെയല്ലോ ഇറങ്ങി ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോൾ വേദ പറഞ്ഞു, അതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്ന് ചോദിച്ചു. നിനക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ലേ? ഞാൻ പെട്ടെന്ന് പോയി കണ്ടിട്ട് പെട്ടെന്ന് തിരികെ വന്നോളാം. അല്ലെങ്കിൽ ചിലപ്പം ഇതേ നിന്റെ സഹായമില്ലാതെ നീ ഉറങ്ങി കിടക്കുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ ഇറങ്ങിപ്പോയെന്ന് വരുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വേദയ്ക്ക് ടെൻഷനായി. വേദ പറഞ്ഞു, വിക്രുവിനോട് എത്ര പറഞ്ഞാലും തലയിലേക്ക് കയറത്തില്ലല്ലേ? അറിയാലോ, ഇനി കുറച്ച് ദിവസങ്ങളെ കൊണ്ട് എത്രയും പെട്ടെന്ന് സത്യങ്ങളൊക്കെ കണ്ടെത്തണമെന്ന് വിചാരിച്ചായിരിക്കുന്നത്. ദീപ്തി പോയി ദീപ്തിയുടേതായ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വാസവനെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ ആ പുളിക്കൻ എവിടെയെന്ന് വാസവൻ കണ്ടെത്തുക തന്നെ ചെയ്യും. അതിനുശേഷം ഇനിയിപ്പം വിക്രത്തിന് നേരെ അയാൾ തോക്കുമായിട്ട് വരത്തുള്ളൂ. പക്ഷെ ആ ഒരു ഉറപ്പുണ്ടെന്ന് കരുതിയിട്ട് വിക്രത്തിന് ഇങ്ങനെ ഇറങ്ങി നടക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം അറിയാലോ. വിക്രം പറഞ്ഞു, ഞാൻ പോയി കണ്ടിട്ട് പെട്ടെന്ന് വന്നോളാം, നിന്റെ ഒരു ഹെൽപ്പ് മാത്രം മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ വേദയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. സമ്മതിക്കാതിരിക്കാൻ പറ്റിയില്ല വേദയ്ക്ക്. അങ്ങനെ വിക്രം എന്ത് ചെയ്തു? വിക്രം ഒടുവിൽ അമ്മയെ കാണാനായിട്ട് പോവാണ്. അപ്പോൾ അതിനെല്ലാം സപ്പോർട്ടും ചെയ്തു കൊടുത്ത വേദയാണ്. അങ്ങനെ വിക്രം അവിടെ നിന്ന് പോയി. ഒടുവിൽ വിക്രം ഹോസ്പിറ്റലിലേക്ക് എത്തുവാണ്. ഹോസ്പിറ്റലിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ മാഷും കമലയാണ് രാത്രിയിൽ അവിടെ ഉള്ളത്. അവരുടെ അടുത്ത് വേറെ ആരും ഇല്ല, എല്ലാവരും വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മുറിയിലെ കഥയിൽ മുട്ടെന്ന് കേട്ടപ്പം ആദ്യം മാഷ് ഓർത്ത് നേഴ്സുമാരായിരിക്കും വന്നായിരിക്കും എന്നോർത്തുകൊണ്ട് പോയി കഥ തുറന്നു കഴിഞ്ഞപ്പോൾ വിക്രമാണ് നിൽക്കുന്നത്. ഒരു മാസ്ക് ഒക്കെ വെച്ച് തലവരി ഷോളൊക്കെ ഇട്ട് മൂടി ഇങ്ങനെ വന്നിരിക്കുന്നത്. പെട്ടെന്ന് ആർക്കും കണ്ട തിരിച്ചറിയാൻ പാകത്തിനല്ല. പക്ഷെ മാഷിന് ഒറ്റ നോടത്തിൽ തന്നെ മനസ്സിലായി, എൻ്റെ മോനെന്ന് പറഞ്ഞ് വിക്രത്തിനെ കെട്ടിപ്പിടിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് ചെല്ലുവാണ്. കമല പതുക്കെ മയങ്ങിക്കിടക്കുമായിരുന്നു ആ സമയത്ത്. പിന്നീട് കമലയെ വിളിക്കുകയാണ്. അമ്മയെന്നും പറഞ്ഞുകൊണ്ട് വിക്രം വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും കമല ഞെട്ടി കണ്ണു തുറന്നു. മോനെ മുന്നിൽ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കമലയ്ക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഭയങ്കര സന്തോഷമായി. എൻ്റെ മോനെ നീ എന്നെ കാണാൻ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞു. എടാ ഇനി എങ്ങനെ പോലീസ് അങ്ങനെ അന്വേഷിച്ച് വരുമോ?
വേദമോൾ എന്നോട് വന്നപ്പോൾ കാര്യം പറഞ്ഞായിരുന്നു. വേദമോളുടെ അടുത്ത് നീ ഉണ്ട്, നിനക്ക് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല, നീ സേഫാന്നൊക്കെ. അപ്പോഴാണ് എനിക്ക് ശരിക്കും സന്തോഷമായെന്ന് പറഞ്ഞു. വിക്രം പറഞ്ഞു, അതെ, അവളെ എന്നെ സേഫായിട്ട് വീട്ടിൽ കൊണ്ടേ നിർത്തിയെന്ന് പറഞ്ഞു. അവളുടെ വീട്ടിൽ ഇതുവരെയായിട്ടും ആർക്കും അറിയത്തില്ല. 1-2 പ്രാവശ്യം പോലീസൊക്കെ അന്വേഷിച്ചു വന്നു, പക്ഷേ പിടികൊടുത്തില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മാഷ് പറഞ്ഞു, എടാ മോനെ, ഇനി നിന്റെ പിന്നാലെ പോലീസുകാരെങ്കിലും ഇങ്ങോട്ടേക്ക് വരുമോ? അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല അച്ഛാ, അച്ഛൻ ധൈര്യമായിട്ടിരിക്കുക. മോനെ, നീ ഒരു കാര്യം ചെയ്യുക, നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി സറണ്ടർ ആവാൻ പറഞ്ഞു. സറണ്ടർ ആവാനോ എന്ന് ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കണം കമല. അതേ കമലെ, സറണ്ടർ ആയെന്നോടത്ത് പ്രശ്നമില്ല, വേദയുണ്ടല്ലോ, വേദ ഉള്ളതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വേദ നിന്നെ ഇറക്കിക്കോളും, നീ നിരപരാധിയെന്ന് അവൾ തെളിയിച്ചോളും, അതുകൊണ്ട് നീ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു. പക്ഷേ അച്ഛാ, ഇപ്പം സറണ്ടർ ആയിട്ടുണ്ടെങ്കിൽ ശരിയാവാൻ തോന്നില്ല, ഇതിൻ്റെ പിന്നിൽ ചിലപ്പോൾ വലിയ കളികൾ കാണും. സറണ്ടർ ആവാൻ ഞാൻ ചിലപ്പോൾ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ എന്നെ ലോക്കപ്പിലേക്ക് ആയിരിക്കില്ല കൊണ്ടുപോകുന്നത്, അച്ഛനറിയാലോ. അപ്പോഴാണ് മാഷ് അങ്ങനെ ഉള്ള സാധ്യതയെക്കുറിച്ച് ചിന്തിച്ചേ. പിന്നീട് വിക്രം പറഞ്ഞു, എന്താണെങ്കിലും ഒരു കുറച്ച് ദിവസം കഴിയട്ടെ അച്ഛാ, ഒരു 5-8 ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. ഇതിൻ്റെ പിന്നിൽ ആരാ കളിച്ചിരിക്കുന്നതെന്ന്, വരുണിനെ കൊല്ലാനായിട്ട് ആരാണ് ഓർഡർ ഇട്ടതെന്നുള്ള കാര്യം അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പേടിക്കണ്ട, പിന്നെ ധൈര്യമായിട്ടിരിക്കുക അച്ഛൻ ധൈര്യമായിട്ടിരുന്നു, ഞാൻ കുറ്റം ചെയ്തിട്ടിരുന്ന് വേദ തെളിയിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും കമൽ പറഞ്ഞു, എനിക്കറിയാം മോനെ, അവൾ മിടിക്കാള്, അവള് നിനക്ക് ചേരുന്ന പെൺകുട്ടിയാ, നിങ്ങൾ രണ്ടുപേരും തമ്മിലായിരുന്നു ഒന്നിക്കേണ്ടിയിരുന്നേ. അന്നൊക്കെ എനിക്ക് ആദ്യമൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട് അവൾ എത്ര നല്ലവളാന്ന്. അവളെ മനസ്സിലാക്കാതെ പോയത് നീയാന്ന് പറഞ്ഞു. ആ സമയം വിക്രം പറഞ്ഞു, അമ്മേ, ഇനിയപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് അമ്മ ടെൻഷൻ അടിക്കണ്ട, അമ്മയ്ക്കിപ്പം വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ, കുറവായില്ലേ എന്നൊക്കെ ചോദിച്ചു. അതെ, എൻ്റെ മോനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ പകുതി അസുഖം കുറഞ്ഞെന്ന് പറഞ്ഞു. മാഷ് പറഞ്ഞു, കണ്ടില്ലേ, ഇപ്പം കമലയ്ക്ക് എന്നാലും മുഖത്ത് നല്ലൊരു ഐശ്വര്യമൊക്കെ വന്നു. മുമ്പേ വരെ മോനെ കണ്ടില്ലെന്നും പറഞ്ഞുകൊണ്ട് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. എടാ മോനെ, ഇനി നീ ഇനി അധിക സമയം നിൽക്കണ്ട, ആരെങ്കിലും വന്ന് കണ്ടാൽ തീർന്നെന്ന് പറഞ്ഞു. എനിക്ക് നല്ല പേടിയുണ്ട്, നീ ഇനി അവിടെ എത്തുന്നോടം വരെ എനിക്ക് ടെൻഷൻ ആയിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, അവിടെ വേദയുണ്ടല്ലോ, അവൾ വേണ്ടുന്ന പോലെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തോളും, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക, എന്ത് വന്നാലും ഞാൻ നിരപരാധി എന്ന് തെളിവെന്നൊക്കെ പറഞ്ഞു ഉറപ്പ് കൊടുത്തിട്ടാണ് വിക്രം അവിടെ നിറങ്ങുന്നത്. ഈ സമയത്ത് വേദയാണെങ്കിലോ നെഞ്ചി പഞ്ഞു വെച്ചാൽ കത്തുന്ന പരുവത്തിലായിരിക്കുന്നത്. വിക്രം വന്നിട്ടില്ല. ദൈവമേ, ഇനി എങ്ങനെ പിടിക്കുമോ എന്നൊരു ചിന്ത. വിക്രത്തിനെ വിളിക്കാനും പറ്റില്ല. ഭയങ്കര ടെൻഷനായിപ്പോയി വേദയ്ക്ക്. അങ്ങനെ എന്തായാലും കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം വരുന്നുണ്ട്. വിക്രം വന്നു കഴിഞ്ഞപ്പോഴത്തേനുമാണ് വേദയ്ക്കൊരു സമാധാനമായത്. ഈ സമയത്ത് വേദ പറഞ്ഞു, ഇത്ര സമയം എന്താ താമസിച്ചേ, പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ് പോയതല്ലേ, അതെങ്ങനെയാ പെട്ടെന്ന് ചെന്നിട്ട് വരാൻ പറ്റുന്ന കാര്യമാണ്, അമ്മയൊന്ന് കണ്ട് 2 വാക്ക് സംസാരിക്കേണ്ടതെന്ന് ചോദിച്ചു. അതെ, വിക്രത്തിന് ഇതൊക്കെ പറയാം, എൻ്റെ അവസ്ഥ എനിക്കും അറിയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും വിക്രം ചോദിച്ചു, എന്തവസ്ഥ? അല്ല, വിക്രം ഇത്ര സമയം വരാതെ ഇരുന്നപ്പോൾ എനിക്ക് ടെൻഷനായെന്ന് പറഞ്ഞു. പിന്നെ ഒരു ടെൻഷനായ ഒരാൾ വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേദയെ കളിയാക്കുവാണ്. വേദ പറഞ്ഞൊരു കാര്യം ചെയ്യുക, വിക്രം കിടന്നോളാൻ പറയണേ. നീ ഇന്നിവിടെ കിടന്നു, ഞാൻ നിരത്ത് കിടന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം പെട്ടെന്ന് വേദ കിടന്നിടത്തേക്ക് കയറി കിടക്കുവാണ്. ആ സമയത്ത് വേദ പറഞ്ഞു, ദേ വിക്രു, പറയുന്ന മര്യാദയ്ക്ക് അനുസരിക്കാൻ നോക്ക്, മര്യാദയ്ക്ക് ഇവിടെ ഒന്ന് കിടക്കാൻ പറഞ്ഞു. വേണ്ട, നീ അവിടെ തന്നെ കിടന്നാൽ മതി, ഇത്ര ദിവസം നീ നിലത്തായിരുന്നല്ലോ, ഇപ്പം എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ഞാൻ നിലത്ത് കിടന്നോളാന്ന് പറഞ്ഞു. വിക്രം സമ്മതിച്ചില്ല. ഈ സമയത്ത് വേദ പറഞ്ഞു, ഒരു പക്ഷേങ്കിൽ വിക്രം പോയതിന് ശേഷം എനിക്ക് നല്ല ടെൻഷനായിരുന്നു. ഇവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് ശ്രീയേട്ടനോ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു, അറിയാലോ. ഇത് കേട്ട് കഴിഞ്ഞപ്പം വേദയോട് ചോദിച്ചു, നീ എന്തിനാ നിന്റെ ചേട്ടനെ ഇത്രമാത്രം പേടിക്കണമെന്ന് ചോദിച്ചു. പേടിയോ? പേടിയല്ല വിക്രം, ചില സത്യങ്ങളൊക്കെ കണ്ടെത്തുന്നോടം വരെ നമ്മൾ ഇങ്ങനെയൊക്കെ നിന്നേ മതിയാവുള്ളൂ പറഞ്ഞു. വിക്രം പറഞ്ഞു, ഞാൻ മുമ്പ് തൊട്ട് ചിന്തിക്കണമെന്ന് ഓർത്താ, അല്ല ചോദിക്കണമെന്ന് ഓർത്താ. നിന്നോട് ഒരു വട്ടം ഞാൻ ചോദിച്ചിട്ടുണ്ട്, നീ അതിന് മറുപടി പറഞ്ഞിട്ടില്ല. നിനക്ക് എന്നെ ഇത്രയ്ക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയാം, അത്രമാത്രം ഇഷ്ടപ്പെട്ടിട്ട് നീ എന്തിനാ വീട് വിട്ടു പോന്നേ, അതിനുള്ള ഉത്തരം കിട്ടിയാൽ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു. ആരും ഒരാൾ കാരണമുണ്ട്, സത്യം പറ, നിന്റെ ശ്രീയേട്ടനാണോ അതിന് കാരണം? ഒരു ദിവസം ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ശബരിമലയ്ക്ക് പോകാൻ മാലയിട്ട് മലയ്ക്ക് പോകുന്നതിന് മുമ്പ് നീ നിന്റെ ശ്രീയേട്ടൻ്റെ ഓഫീസിലേക്ക് പോകുന്നത് ഞാൻ കണ്ടായിരുന്നു. അതിനുശേഷം നിനക്ക് കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ടായത്. സത്യം പറ, നിന്റെ ശ്രീയേട്ടനാണോ അതിന് കാരണക്കാരെന്ന് ചോദിച്ചു. അപ്പോഴേക്കും വേദ പറഞ്ഞു, അതെ, ചില സമയത്ത് നമ്മുടെ ചോരയിലുള്ളവർ തന്നെ നമ്മളെ ചതിക്കും. നമ്മൾ കൂടപ്പുറപ്പാന്ന് കരുതിയിട്ട് നമ്മളെ തലയിലെടുത്ത് വെക്കും, പക്ഷെ അവർ ശ്രമിക്കുന്ന വേറെ പലതിനും വേണ്ടിയായിരിക്കും. അതുപോലെ ഒരു ശ്രമം ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിക്രത്തോട് ഈ ചതിയൊക്കെ ചെയ്ത് ആരാന്നറിയോ? ശ്രീയേട്ടനാന്ന് പറഞ്ഞു. ശ്രീകാന്തോ? അതെ, ശ്രീയേട്ടനാണ് ഈ ചതി ചെയ്തതെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം പറഞ്ഞു, അങ്ങനെയാണ് ഇന്ന് കാണിച്ചു കൊടുത്തിട്ടുള്ളൂ, ഇപ്പം തന്നെ വലിച്ചിറക്കി ചോദിച്ചിട്ടുള്ളൂ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞു.
വേദ തനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ശ്രീകാന്ത് അന്ന് ഫോണിൽ കൂടെ സംസാരിച്ച കാര്യമൊക്കെ പുളിക്കാൻ വിളിക്കുന്നില്ല. എല്ലാം കേട്ട് ഞാൻ വിക്രത്തിന് സഹിച്ചില്ല. വിക്രം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇന്ന് അവനെ ഞാൻ ശരിയാക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ വേദ പെട്ടെന്ന് ആ കയ്യിലേക്ക് കയറി പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്നാ ചെന്ന് കയറി കൊടുക്കുക. അതും കൊണ്ട് വല്ലതാകുമോ? സത്യങ്ങൾ തെളിയിക്കാനല്ലേ വിക്രം ഇങ്ങോട്ടൊക്കെ വന്നിരിക്കുന്നേ. ഞാൻ ഇത്ര റിസ്ക് എടുക്കുന്ന എന്തിനാ? സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. എടുത്ത് ചാടി ഒരു തീരുമാനം എടുക്കണമെങ്കിൽ അതെനിക്കാവായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് ഞാനത് ചെയ്തില്ല? എല്ലാം ഒരു നിമിഷം കൂടെ നശിപ്പിക്കാനാണെങ്കിൽ ചെന്ന് നശിപ്പിക്കാൻ പറഞ്ഞു വേദ ദേഷ്യപ്പെടുകയാണ്. ഒടുവിൽ വിക്രം ഒന്നും മിണ്ടിയില്ല. പിന്നീട് വിക്രത്തോട് വേദ പറഞ്ഞു, ദൈവത്തെ ഓർത്ത് കുറച്ച് ദിവസം കൂടി ഒന്ന് ക്ഷമിക്കുക. നമുക്ക് എല്ലാ കള്ളത്തരങ്ങളും പുറത്തു കൊണ്ടുവരാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ കാര്യങ്ങൾ ശരിയാകത്തില്ലെന്നൊക്കെ പറഞ്ഞ് വിക്രത്തെ സമാധാനിപ്പിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.